ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഓർത്തോപെഡിക് സർജൻ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അസ്ഥികളുടെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു സർവ്വസാധാരണമായ വിഷയത്തെ പറ്റിയാണ്. പ്രായമായുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് അസ്ഥികളുടെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസ്. കൂടുതലും സ്ത്രീകളെയാണ് ഇത് ബാധിക്കാറ്. കാരണം സ്ത്രീകളിൽ ആർത്തവവിരാമം എന്നൊരവസ്ഥയുണ്ട്. അത് കഴിയുമ്പോൾ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ സഡൻ ഡിക്രീസ് ആണ്. അതുവരെ ഈസ്ട്രജൻ ഹോർമോൺ എല്ലുകളുടെ പ്രൊട്ടക്ഷനാണ്. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണും പ്രൊട്ടക്ഷനാണ്. എന്നാൽ സ്ത്രീകളിൽ സഡനായിട്ട് ആർത്തവവിരാമം ഉണ്ടാകുന്നു. പുരുഷന്മാരിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. ഗ്രാജുവലായിട്ട് മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നുള്ളൂ. അതുകൊണ്ട് പുരുഷന്മാരിൽ കുറച്ച് പ്രായം കൂടിയിട്ട് 60-70 ആയിട്ട് അസ്ഥികളുടെ ബലക്ഷയം ആരംഭിക്കാറുള്ളൂ. പിന്നെ ഈ രണ്ട് പ്രായം കൂടുതൽ കൊണ്ടും മാത്രമല്ലാതെ ചില പ്രത്യേക മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും ഓസ്റ്റിയോപൊറോസിസ് വരാം. അതിന് സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. സ്റ്റീറോയിഡ് ഗുളികകളുടെ അമിത ഉപയോഗം, വേറെ ചില മരുന്നുകളെ കൊണ്ടും ഇതുണ്ടാവാം. ശരീരത്തിലെ ചില ഹോർമോണുകളുടെ തകരാറുകൾ, തൈറോയിഡ് ഹോർമോണിൻ്റെ തകരാറുകൾ കൊണ്ടും ഓസ്റ്റിയോപൊറോസിസ്, സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാം. ഈ അസ്ഥികളുടെ ബലക്ഷയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു സൈലന്റ് ഡിസീസ് ആണ്. അതായത് പ്രത്യേക ലക്ഷണങ്ങളൊന്നുമില്ല, രോഗി അറിയണമെന്നില്ല, കംപ്ലയിൻസ് ഒന്നുമില്ല, പെയിനോ അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ വീഴ്ചയിലോ മറ്റോ ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യത, എല്ല് പൊട്ടാം. ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ ഇതിന് വളറബിളാണ്. നമ്മൾ വീഴാൻ പോകുമ്പോൾ സാധാരണ കൈകുത്താനാണ് സാധ്യത. അപ്പോൾ കയ്യിൻ്റെ റിസ്റ്റ് ഇവിടെ ഡിസ്റ്റൽ റേഡിയസ് ഫ്രാക്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഭാഗം നട്ടെല്ലാണ്. സ്ത്രീകളിൽ പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ കശേരുക്കൾ ഹൈറ്റ് കുറഞ്ഞ് കൂന് വരുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ഓസ്റ്റിയോപൊറോസിസ് കൊണ്ട് ചെറിയ ചെറിയ ക്രാക്കുകൾ ഉണ്ടായിട്ടാണ്. പിന്നെ അതിനേക്കാളെല്ലാം ഏറ്റവും ഗുരുതരമായ ഒരു സ്ഥലമാണ് ഇടുപ്പിൻ്റെ അവസ്ഥ. അവിടെയുള്ള ഫീമറിൻ്റെ ഹെഡ്, നെക്ക് ആൻഡ് ട്രക്കാൻഡ്രിക് റീജിയൻ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഹിപ്പ് ഫ്രാക്ചറിൻ്റെ പ്രശ്നം അത് പേഷ്യൻറ്റിനെ ബെഡ്റിഡനാക്കാൻ ആക്കും. ഡോക്ടർമാർക്ക് മിക്കതും അത് ഓപ്പറേഷൻ ചെയ്ത് നേരത്തെ മൊബിലൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ അസ്ഥികളുടെ ബലക്ഷയം വരാതെ നോക്കേണ്ടതും വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതിന് എക്സ്റേ പോരാ. എക്സ്റേയിൽ ഓസ്റ്റിയോപൊറോസിസ് ഡെവലപ്പ് ആവാൻ അഡ്വാൻസ് സ്റ്റേജ് ആയിരിക്കണം. അത് നേരത്തെ കണ്ടുപിടിക്കുന്നതിന് ഡെക്സാ സ്കാൻ എന്ന് പറയുന്ന ബോൺ മിനറൽ ഡെൻസിറ്റി T-സ്കോപ്പ് നോക്കും. ഇത് വരാതെ നോക്കുന്നതിന് എങ്ങനെ? ചെറുപ്പകാലത്തിലും പിന്നീടും നല്ല ലൈഫ് സ്റ്റൈൽ, എക്സസൈസ്, പിന്നെ വൈറ്റമിൻ ഡി, കാൽസ്യം സപ്ലിമെൻറ്റേഷൻ. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വളരെ അപകടമാണ്. പിന്നെ മിസ്യൂസ് ഓഫ് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇതെല്ലാം മോശമാണ്. പിന്നീട് ഇത് വരികയാണെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാൻ സ്കാനിങ് ചെയ്ത് കണ്ടുപിടിച്ച് അതിന് നല്ല ബോൺ റിസോർപ്ഷൻ കുറയുന്നതിനുള്ള മരുന്നുകളും ബോൺ ഫോർമേഷൻ കൂട്ടുന്നതിനുള്ള മരുന്നുകളും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അസ്ഥികളുടെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.